JEE എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്ത് 2 സെറ്റ് വൃത്തിയായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ഒരു സെറ്റ് നമ്മൾ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എക്സാമിനർക്ക് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ 2 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ കയ്യിൽ കരുതണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഫോട്ടോ ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതേ ഫോട്ടോ തന്നെ വേണം കയ്യിൽ കരുതാൻ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഫോട്ടോ ID, ആധാർ കാർഡ് പോലെയുള്ള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഫോട്ടോ ID നമ്മൾ ഒറിജിനൽ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് തമ്പ് അവിടെ നമ്മൾ ഇംപ്രഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പ് ക്ലിയർ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ നമ്മൾ കൊണ്ടുപോകണം. മറ്റ് ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സോ അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസോ ഒന്നും തന്നെ അകത്ത് അവർ അനുവദിക്കുന്നതായിരിക്കില്ല. എക്സാം ഹാളിനകത്ത് അറ്റൻഡൻസ് ഫോം തരുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ സിഗ്നേച്ചർ, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ടാവും. പിന്നെ നമുക്ക് തരുന്ന റഫ് ഷീറ്റിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ റോൾ നമ്പർ, സീറ്റ് നമ്പർ ഇതെല്ലാം ഒരു കോർണറിലായിട്ട് എഴുതി കാണിക്കണം. ഇതെല്ലാം എക്സാം ഹോളിനകത്ത് പറയും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് നല്ലവണ്ണം JEEയുടെ സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ പിറകെ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസോ നല്ലവണ്ണം വായിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.